ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിൽ സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് നമ്മുടെ നെയ്യാർ ഡാമിനടുത്തുള്ള കാളിപാറ എന്ന ക്ഷേത്രത്തിലേക്കാണ്. അവിടെ ക്ഷേത്രം മാത്രമല്ല, അവിടെ നല്ലൊരു വ്യൂ പോയിൻ്റ് കൂടെയാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാം. നമുക്ക് അങ്ങോട്ട് പോകാം. തിരുവനന്തപുരം ജില്ലയിൽ നിന്നും വെറും 45 മിനിറ്റ് സഞ്ചരിച്ചാൽ മാത്രം മതി നമുക്ക് ഈ അതിമനോഹരമായ ഇക്കോ ടൂറിസം ഡെസ്റ്റിനേഷനിൽ എത്താനായിട്ട് സാധിക്കും. ഇതിലേറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും 1200 അടി മുകളിലുള്ള ഈ ലോകാംബിക ക്ഷേത്രം തന്നെയാണ്. കേരള സർക്കാരിൻ്റെ കാളിപാറ ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നതും ഇവിടെ തന്നെയാണ്. കാട്ടാക്കട താലൂക്കിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ജലസേചനം നടത്തുന്നത് ഇവിടെ നിന്ന് തന്നെയാണ്. അപ്പോൾ കുറച്ചുകൂടി പോകുമ്പോൾ നമുക്കിവിടെ കുറച്ച് പടികളൊക്കെ കാണാനായിട്ട് സാധിക്കും. ആ പടികൾ കയറി മുകളിലെത്തുമ്പോൾ നമ്മൾ കരുതും ഇതുവരെ വന്നതുപോലെ തന്നെയാണ് ഇനി അങ്ങോട്ടെന്നും. എന്നാൽ ഇനിയാണ് ശരിക്കുമുള്ള യാത്ര ആരംഭിക്കുന്നത്. കുത്തനെയുള്ള പാറകളിൽ തീർത്ത പടിക്കെട്ടുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി അതിലൂടെയാണ് നമ്മുടെ യാത്ര. മഴയുള്ള സമയങ്ങളിൽ വരുന്നവർക്ക് തികച്ചും സാഹസികം നിറഞ്ഞൊരു അനുഭവം തന്നെയാണ് ഈ യാത്ര നൽകുന്നത്. ഞാൻ പോയപ്പോൾ മഴയില്ലെങ്കിൽ പോലും പാറയിൽ നല്ല വഴുക്കലുണ്ടായിരുന്നു. അതുകൊണ്ട് വരുന്നവർ മാക്സിമം സൂക്ഷിച്ച് വരാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ കയ്യിലൊരു കുപ്പി വെള്ളം കൂടെ കരുതുന്നത് നന്നായിരിക്കും. പൂജയുള്ള ദിവസങ്ങളിലല്ലാതെ വെള്ളം ഇവിടെ നിന്ന് കിട്ടത്തില്ല. ഈ കാണുന്ന കുത്തനെയുള്ള പാറ കൂടി കയറി കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചേരുന്നത് സർപ്പക്കാവിലേക്കാണ്. പോകുന്ന വഴിയിൽ പൊങ്കാല എടുപ്പിന് വേണ്ടിയുള്ള കല്ലുകളൊക്കെ കാണാനായിട്ട് സാധിക്കും. സർപ്പക്കാവിനൊപ്പം ഒരു വ്യൂ പോയിൻ്റ് കൂടിയുണ്ട്. അത് കണ്ടിട്ട് നമുക്ക് കാവിലേക്ക് പോകാം. കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ നല്ലൊരു വ്യൂ പോയിൻ്റ്. നമ്മുടെ നെയ്യാർ ഡാമൊക്കെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാനായിട്ടൊക്കെ കഴിയും. നമ്മുടെ സർപ്പക്കാവും ഇതിനടുത്ത് തന്നെയാണ്. ഇതാണ് ഇവിടുത്തെ സർപ്പക്കാവ്. അങ്ങനെ നമ്മൾ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ പാറ കൂടെ കയറി കഴിഞ്ഞാൽ നമ്മൾ നേരെ ചെന്നെത്തുന്നത് ലോകാംബികയുടെ മുന്നിലേക്കാണ്. ഇതാണ് നമ്മുടെ കാളിപാറ ലോകാംബിക ദേവി ക്ഷേത്രം. അതുപോലെ ഈ വെള്ളമാണ് ഇവിടുത്തെ പൂജകൾക്കും മറ്റ് കാര്യങ്ങൾക്കുമായൊക്കെ ഉപയോഗിക്കുന്നത്. മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഈ ഉറവയിൽ എപ്പോഴും വെള്ളം ഉണ്ടാകുന്നതാണ്. ഞാൻ വന്നത് വൈകുന്നേരത്തായിരുന്നു. ഇവിടെ വരുന്നവർ മാക്സിമം രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം വരാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ നല്ലൊരു വ്യൂ പോയിൻ്റ് കൂടെയാണ് ഇവിടം. നെയ്യാർ ഡാമും അതുപോലെ അമ്പൂരിയിലെ മലനിരകളുമൊക്കെ ഇവിടെ നിന്നാൽ നന്നായിട്ട് ആസ്വദിക്കാനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങളുടെ യാത്രകളിൽ ഈയൊരു സ്പോട്ട് കൂടെ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. നല്ലൊരു സ്ഥലമാണ്. നല്ലൊരു ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇനിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.